പ്രായത്തിനും രാഷ്ട്രീയത്തിനുമപ്പുറം ഒരേ മനസ്സോടെയും സ്വരാജ് എന്ന ഒരേ വികാരത്തോടെയുമാണ് അവർ എത്തിയത്. സ്വരാജിന്റെ സ്കൂൾ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലെ അധ്യാപക വിദ്യാർത്ഥികളിലെ 400ഓളം പേർ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായ കൂട്ടുകാരനെ കാണാനെത്തി. എഴുത്തുകാരി KR മീര സംഗമം ഉദ്ഘാടനം ചെയ്തു. നല്ല രാഷ്ട്രീയം കൊണ്ട് ഇക്കാലത്തും നിലനിൽക്കാമെന്ന് കാണിച്ചു തരുന്ന വ്യക്തിയാണ് സ്വരാജ് എന്ന് മീര. ഈ കാലത്തും ഈ വിധത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നിലനിൽക്കാമെന്ന് ബോധ്യപ്പെടുത്തുന്നത് സ്വരാജിനെ പോലെ ചില ചെറുപ്പക്കാർ മാത്രമാണ്. തെരഞ്ഞെടുപ്പിനിടയിൽ നടന്ന ഒത്തുചേരലിൽ വോട്ടഭ്യർത്ഥിക്കേണ്ട സ്ഥാനാർത്ഥി എല്ലാം മറന്ന് തൻ്റെ പഴയ സ്കൂൾ കാലഘട്ടത്തിലെത്തി. ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ എന്നെ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന, എന്നാൽ ഇപ്പോഴെവിടെയെന്ന് എനിക്കൊരു പിടിയുമില്ലാതിരുന്ന എൻ്റെ ഒരു ഗുരുനാഥയെ തിരിച്ചു തരാൻ കൂടി ഉപയോഗപ്പെട്ടു എന്നത് ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരാഹ്ലാദം പകരുന്ന ഓർമ്മയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എത്തിച്ചേർന്നവരിൽ വ്യത്യസ്ത രാഷ്ട്രീയമുണ്ടെങ്കിലും എല്ലാവർക്കും സ്വരാജ് പ്രിയപ്പെട്ടവനാണ്. എന്തൊരു കരിസ്മാറ്റിക് ആണെന്നറിയോ, എന്തൊരു എനർജറ്റിക് ആണെന്നറിയോ. അങ്ങനെ ആ പ്രസംഗം കേൾക്കാൻ നിന്നതൊക്കെ ഞാൻ ഇപ്പോഴും വളരെ എന്താ പറയാ, എനിക്ക് വീണ്ടും ആഗ്രഹമാണ്. ഇപ്പോഴും ഞാൻ ഇപ്പോൾ കോഴിക്കോടൊക്കെ സ്വരാജ് വരികയാണെങ്കിൽ ഞാൻ പോവാറുണ്ട് പ്രസംഗം കേൾക്കാനായിട്ട്. എനിക്ക് ആ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദിവാകരൻ മാസ്റ്റർ, മിനി ടീച്ചർ, രാധ ടീച്ചർ, കൗസല്യ ടീച്ചർ എന്നിങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെയൊക്കെ കണ്ട സന്തോഷത്തിലായിരുന്നു സ്വരാജ്. മടങ്ങുമ്പോൾ ഇത്തരം സംഗമങ്ങൾ തുടരണമെന്നും അവ നാടിൻ്റെ നന്മയുടെ ഭാഗമാകണമെന്നും അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു. കൈരളി ന്യൂസ്, നിലമ്പൂർ.